വീണ്ടും യൂസഫ് അലി സാറിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് കവിത പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 54-ലാണ് എന്ന് കരുതുന്നു കൃതാർത്ഥൻ ഞാനെന്ന കവിത. അപ്പൊ ബാലപംക്തിയിൽ നിന്ന് ഒരു മുതിർന്ന കവിയിലേക്കുള്ള ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? അത് മാത്രമല്ല ശ്രീ ജോസഫ് മുണ്ടശ്ശേരിയും ഡോക്ടർ സുകുമാർ അഴീക്കോടും പോലുള്ളവർ അവതാരിക എഴുതുന്ന നിലയിലേക്കുള്ള ഒരു കവിയായി മാറിയത്, ആ ഒരു പീരീഡിനെ കുറിച്ചൊന്ന് സാർ പറയാമോ? ഡോക്ടർ കെ പി നാരായണ പിഷാരടി എനിക്ക് അവതാരിക എഴുതിയിട്ടുണ്ട്. മഹാപണ്ഡിതനാണ് അദ്ദേഹം വെറുതെ ഒന്നും ഒരു കാര്യം എഴുതുകയില്ല, പറയുകയില്ല. അതുപോലെ തന്നെ പ്രൊഫസർ മുണ്ടശ്ശേരി എൻ്റെ ആദ്യത്തെ പുസ്തകം സൈനബ എന്ന് പറഞ്ഞു. ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു കഥയാണത്. കൊള്ളക്കാരുടെ ഇടയിൽ നടക്കുന്നൊരു സംഭവമാണ്. ആ ഒരു മാനസികമായിട്ടുള്ള പരിണാമം ആ കള്ളന്മാർക്ക് വരുന്നതാണ് ആ കഥ ഞാൻ കവിതയാക്കി സൈനബ. അതുപോലെ തന്നെ സുകുമാർ അഴീക്കോട് മറ്റു പലരും എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. 22 പുസ്തകങ്ങൾ ഞാൻ ഇറക്കി. 21 എണ്ണം ഇറങ്ങിക്കഴിഞ്ഞു. 22ാമത്തത് അടുത്ത ആഴ്ച ഇറങ്ങും. അതെൻ്റെ ഗുരുവിനുള്ള ഒരു ഡെഡിക്കേഷനാണ്. ഗുരുബ്രഹ്മം എന്നാണ് ആ കവിതാ സമാഹാരത്തിൻ്റെ പേര്. അത് അടുത്ത ആഴ്ച കേരളീയർക്ക് വായിക്കാറാവും. അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഈ 80ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞിട്ടില്ല. ഞാൻ കവിതയിൽ, നിയമത്തിൽ, ഞാനൊരു അഡ്വക്കേറ്റാണ്. നിയമത്തിലും ഇന്ത്യൻ നിയമത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും എല്ലാം ഞാൻ കൃതസ്ഥത നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നു, ദി സ്റ്റേറ്റ് ഷാൾ റെസ്പെക്ട് ദ ഹെറിഡിറ്റി ഓഫ് ഇന്ത്യ. അത് എനിക്ക് ഒരു വേദവാക്യം പോലെ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നതാണ്. കാരണം അതുകൊണ്ട് അപ്പം എന്താണ് നമ്മളുടെ ഹെറിഡിറ്റി എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് നമ്മുടെ വേദാന്തങ്ങൾ, നമ്മുടെ അങ്ങനെ ഉപനിഷത്തുകൾ, അങ്ങനെ ഒരു ശാസ്ത്രങ്ങൾ, ഇതെല്ലാം സംസ്കൃതത്തിലാണ്. അപ്പോൾ ആ സംസ്കൃതത്തിന് മാറ്റി വെച്ചുകൊണ്ട് ഒരു മലയാളിക്കോ തമിഴനോ ഹിന്ദിക്കാരനോ ജ്ഞാനിയാകാനൊക്കെയില്ല. കാരണം നമ്മുടെ മൂലം കെടുക്കുന്നത് അവിടെയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അതാണ് ഞാനും ശാലിനി മാഷുമായിട്ടുള്ള അടുപ്പം ഉണ്ടാവാനുള്ള കാരണം. ശാലിനി മാഷ് 4 കൊല്ലം എന്നെ സംസ്കൃതം പഠിപ്പിച്ചു. ഞാൻ BA പഠിക്കുന്ന കാലത്ത് അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും 5 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം തയ്യാറായിരിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂർ, ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ അദ്ദേഹം നിർത്താതെ പ്രസംഗിച്ച് എന്നെ സംസ്കൃത കവിതയും സംസ്കൃത സാഹിത്യവും നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി അദ്ദേഹം എന്നെ അടുപ്പിച്ചു. ഈ പക്വമായിട്ടുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ എഴുതുന്നതല്ല. അതാണ് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഹരിഹരൻ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ മതമില്ലാത്ത മനുഷ്യൻ, എന്നാലോ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന മനുഷ്യൻ. ഇതാണ് അതിൻ്റെ രഹസ്യം. സർ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സിനിമയുടെ മാത്രം കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, അതിലുപരി കവിയാണ്. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിൽ സാറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഏറ്റവും കൂടുതൽ ഒരു തൃപ്തി തരുന്ന മേഖലയിലേക്ക് നമുക്കിനി കടന്നു ചെല്ലാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെയുണ്ട്. നമ്മളോടൊപ്പം ആശംസകൾ നേരാനായി ശ്രീ മോഹൻ സിത്താര ചേരുകയാണ്. സാർ, എന്താണ് ഈ അവസരത്തിൽ യൂസഫ് അലി സാറിനോട് പറയാനുള്ളത്? എൻ്റെ ലൈഫിൽ എനിക്ക് സംഗീത ലോകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ സാറിന്റെ കൂടെ സാധിച്ചു.
സാർ പ്രത്യേകിച്ചും സാറിന്റെ ക്യാരക്ടറാണ് എന്നെ കൂടുതൽ സാറിനെ ആകർഷിച്ചത്. സാറിന് ഒരുപാട് വർഷങ്ങൾ ഇന്നും പിന്നെ രചിതമായിട്ട് നല്ലൊരു കവിയായിട്ട് ഇന്നും ഒരുപാട് കാര്യങ്ങളോളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീ മോഹൻ സിത്താര. യൂസഫ് അലി സാറിലേക്ക് വീണ്ടും വരാണെങ്കിൽ സാർ, ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും കൂടുതൽ തൃപ്തി എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു മനസ്സ് നിറഞ്ഞ് ഒരു സന്തോഷം തോന്നുന്നത്? കവിത എഴുതുമ്പോഴാണ് ഞാൻ ഒരു തപസ്വിയാണെന്ന് സ്വയം തിരിച്ചറിയുന്നത്. തപസ്സാണ് ഒരു സാധാരണ മനുഷ്യനെ മഹർഷിയാക്കി മാറ്റുന്നത്, മഹാത്മാവാക്കി മാറ്റുന്നത്. അതുപോലെ ഈ കവിത, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്ന് പറയും ചിലർ. എന്താ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണോ? അല്ല, ആ സമയത്തും എനിക്ക് ഈ നീലമേഘങ്ങൾക്ക് ഇടയിലൂടെ ഒരു വർണ്ണക്കുമിള അങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നൊരു പ്രതീതി എനിക്ക് തോന്നാറുണ്ട്. ആ കുമിള ഇറങ്ങി വന്നിട്ട് എൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ വരുമ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് ആ കുമിളയെ പിടിക്കും. പിന്നീട് ആ കുമിളയെ താലോലിച്ച് അതിനെ പൊരുന്നിരുന്ന ഒരു കോഴിയെപ്പോലെ അത് വിരിയിക്കും. ആ വിരിയിക്കുന്നതാണ് എൻ്റെ കവിത. ഇത് ഏറെക്കുറെ പറയാം, ഇത് അബോധമായ മനസ്സിൻ്റെ പ്രവൃത്തി കൂടിയാണ്. ആദ്യം തുടങ്ങുന്ന കാലത്ത് ഒരു വരി എഴുതി അതിനോട് പിന്നെ പ്രാസമുള്ള വേറൊരു വരി ഉണ്ടാക്കണം എന്നുള്ള മോഹങ്ങളൊക്കെയാണ്. അതൊക്കെ പോകും. അതൊക്കെ പോയിട്ട് അബോധ മനസ്സിൽ നിന്ന് ഈ എട്ടുകാരിയുടെ വായിൽ നിന്ന് നൂലിറങ്ങി വരുന്നത് പോലെ എന്നിൽ നിന്ന് ഞാൻ അറിയാതെ ഒരു സ്രോതസ് ഇങ്ങനെ വരികയാണ്, ഒരു ജ്യോതിസ് വരികയാണ്. അതാണ് എൻ്റെ കവിത. ആ കവിതയിലാണ് ഞാൻ ഏറ്റവും അധികം രമിച്ചിട്ടുള്ളത്. എനിക്ക് 80 വയസ്സായിട്ട് ഇന്നും എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിയാനുള്ള കാരണവും അത് തന്നെയാണ്. എൻ്റെ ഒപ്പം മരിച്ചത് 51ാമത്തെ വയസ്സിലാണ്. 51ാമത്തെ വയസ്സിലാണ്. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചത് 52ാമത്തെ വയസ്സിലാണ്. എന്നാൽ എനിക്ക് ഒരു ബോണസായിട്ട് ഇത്രയധികം ദീർഘായുസ് ദൈവം തന്നിരിക്കുന്നത് വെറുതെ അല്ല. എന്തൊരു മിഷൻ ഞാൻ ചെയ്തു തീർക്കേണ്ടതുണ്ട് ഇനിയും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായും സർ, നമുക്ക് സമയപരിമിതി മൂലം ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളോട് സംസാരിച്ചത് സംസ്കൃതത്തെക്കുറിച്ചും സംസ്കൃതം അറിയേണ്ടതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ മൗലികമായ ഉത്തരവാദിത്തം, കർത്തവ്യം 51 പറയുന്ന നമ്മുടെ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ്. എന്നാലും ഒന്ന് ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സാറിന് പ്രേക്ഷകരോട് പറയാനുള്ളത്? കൈരളി പ്രേക്ഷകരോട് എനിക്ക് എന്നും സ്നേഹവും ബഹുമാനവുമാണുള്ളത്. പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസിനോട്. അവരോടൊക്കെ എനിക്ക് എന്നും ഒരാളെ അദ്ദേഹം മുഷിപ്പിക്കില്ല. കൈരളി രസിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അനുരഞ്ജനം മാത്രമാണ് കൈരളിയുടെ ലക്ഷണം. അതോടൊപ്പം ഇത്തിരി വിദ്യാദാനവും ചെയ്യാൻ കൈരളി മറക്കാറില്ല. അതുകൊണ്ട് മറ്റ് ചാനലുകളെ വെച്ച് എനിക്ക് എന്തോ അറിയാത്ത എൻ്റെ മനസ്സ് സ്നേഹിച്ചു പോകുന്ന ഒരു ചാനലാണ് കൈരളി. ആ കൈരളിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഇനിയും വികസിച്ച് വരട്ടെ. ഇനിയും ജോൺ ബ്രിട്ടാസ്മാർ അതിൽ നിന്നുണ്ട് ഉടലെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായും ഒരുപാട് നന്ദി സാർ, ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. തീർച്ചയായും ബി പോസിറ്റീവിന് ഇന്നത്തെ എപ്പിസോഡ് ഒരിക്കലും മറക്കാനാവാത്ത ഒരു എപ്പിസോഡായിരുന്നു. ഒരു അനുഗ്രഹമായി തന്നെ കരുതുന്നു. കൈരളിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും മറക്കാനാവാത്ത ഒരു ദിവസമായിരിക്കും ഇത് എന്ന് വിശ്വസിക്കുകയാണ്. വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. അതോടൊപ്പം എല്ലാവിധ ആശംസകളും ജന്മദിന ആശംസകളും നേരുകയാണ്.